Hey, what's up, guys? Good morning, good afternoon, good evening, wherever you are. വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മൾ യാത്ര നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ പോകാൻ പറയുന്നൊരു സ്ഥലത്തേക്കാണ് മാൾഷേജ് ഘാട്ട്. ഇതും സഹ്യാദ്രി പർവ്വതനിരകളുടെ ഒരു ഭാഗമാണ്. നമ്മൾ ഇതിനു മുൻപ് പോയ രണ്ട് സ്ഥലങ്ങൾ, അതായത് കുംഭെ വാട്ടർഫോൾസ്, ഇഗത്പുരി, ഇതെല്ലാം സഹ്യാദ്രി പർവ്വതനിരയുടെ ഭാഗം തന്നെയാണ്. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം. പശ്ചിമഘട്ടം ഗുജറാത്തിൽ നിന്ന് തുടങ്ങി നമ്മുടെ കേരളം വരെ വ്യാപിച്ച് കിടക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു വലിയൊരു ഭാഗം പശ്ചിമഘട്ടം കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാൾഷേജ് ഘാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുക റൈറ്റ് സൈഡിൽ നല്ല പാറ കൊണ്ടുള്ള മലകൾ, ലെഫ്റ്റ് സൈഡിൽ നല്ല കൊക്ക. എനിക്ക് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ടത്തെ മൂന്നാറിലത്തെ ഗ്യാപ്പ് റോഡ്. ഇപ്പോൾ പുതുക്കി പണിത റോഡല്ല, പണ്ടത്തെ ഒരു ഗ്യാപ്പ് റോഡിൻ്റെ ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. അതായത് ഒരു ഭാഗത്ത് നിറയെ പാറ കൊണ്ടുള്ള മലകൾ, ലെഫ്റ്റ് സൈഡിൽ നിറയെ കൊക്ക, മൂടൽ മഞ്ഞ്, പെർഫെക്റ്റ് ഗ്യാപ്പ് റോഡിൻ്റെ അതേ ഒരു ഫീലാണ് എനിക്ക് ഇപ്പോൾ കാണുന്നത്, ഇവിടെ വരുമ്പോൾ ഓർമ്മ വരുന്നത്. പിന്നെ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മലനിരകളിൽ നിന്നും നിറയെ വെള്ളച്ചാട്ടങ്ങൾ, വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നു. പല സ്ഥലത്തും ആ വെള്ളം നടു റോട്ടിലാണ് വന്ന് വീഴുന്നത്. അതായത് വെള്ളച്ചാട്ടം വന്ന് വീഴുന്നത് നടു റോട്ടിലാണ്. അപ്പോൾ നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവാം, ബസ്സുകളും കാറുകളും ഒക്കെ വെള്ളച്ചാട്ടത്തിന് താഴെ നിർത്തിയിട്ട് വാഷ് ചെയ്യുന്നത്, നാച്ചുറൽ വാഷ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കണ്ടിട്ടുണ്ടാവാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്ലേസാണ്. ഞാൻ പല തവണ വന്നിട്ടുണ്ട്. ബൈക്കുമ്പോൾ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുറച്ച് വാട്ടർഫോൾസൊക്കെ പോണ വഴിയിൽ. ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ മാൾഷേജ് ഘാട്ടിലത്തെ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കൂ. മാൾഷേജ് ഘാട്ടിലെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് കലു വാട്ടർഫോൾസ്. 3 ലെവലുകളിലായി വെള്ളം ഇങ്ങനെ തട്ടായി വരികയാണ്. ഏകദേശം 1 മണിക്കൂർ ട്രക്ക് ചെയ്ത് പോകണം അവിടെ എത്താനായി. അതിനായി പല ഗൈഡുകളും മാൾഷേജ് ഘാട്ടിൽ ലഭ്യമാണ്. ഏകദേശം 1500-2000 രൂപ അവർ ഇതിനു വേണ്ടി ചാർജ് ചെയ്യും. आप लोग कितना चार्ज करते हैं काली वाटरफॉल? कितना चार्ज करते हैं? पूरा नीचे जाने के लिए ऊपर क्या नीचे वाला? वो 2000 लेते हैं। कितना लोग तो? सब ग्रुप का लेते हैं 2000। ഈ കാണുന്ന ലേക്കാണ് മാൾഷേജ് ഘാട്ടിലെ മറ്റൊരു അട്രാക്ഷൻ. പക്ഷേ മഴക്കാലമായ കാരണം ഇവിടുത്തെ വഴിയുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ്. ചില സമയത്ത് മൂടൽമഞ്ഞ് വന്ന് നിറയുമ്പോൾ വഴിയുടെ 2 ഭാഗവും ലേക്കാണോ എന്ന് തോന്നും.
അങ്ങനെ വിശന്ന് തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാനായി കയറി. ഇവിടുത്തെ മെയിൻ ഭക്ഷണം മാഗിയാണ്. ഒരാൾ മാഗി കഴിച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പോവാട്ടോ. ഓ എന്താ ധൈര്യം. തിരിച്ചു വരുന്ന വഴിയിൽ ഒരു നല്ല സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി ഒന്ന് ഇറക്കിയതാണ്. റിട്ടേൺ വരുന്ന വഴിയിൽ കണ്ട ഒരു പോക്കറ്റ് റോഡിലൂടെ വണ്ടിയെടുത്തപ്പോൾ കണ്ട കാഴ്ചയാണ് അതിമനോഹരമായ കാഴ്ച.